പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ പള്ളി ബാബരി മസ്ജിദ്, അതെന്നും ബാബരി മസ്ജിദ് തന്നെയാണ്. പലരും അതിനു വേണ്ടിയിട്ട് പല രീതിയിലുമുള്ള അഭ്യർത്ഥന, പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ട്. വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്, പോയത് പോട്ടെ എന്ന് പറയുന്നവരുണ്ട്, അതിനെന്താ ഇങ്ങനെ മുറവിളി കൂട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഒന്നേ പറയാറുള്ളൂ, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞാലും ആ പള്ളി ബാബരി മസ്ജിദിന്റെ മണ്ണ് അത് മസ്ജിദിന്റെ മണ്ണ് തന്നെയാണ്. രാമചരിതമാനസം എഴുതിയ തുളസീദാസ് പറഞ്ഞില്ലല്ലോ അവിടെയാണ് രാമൻ ജനിച്ചത് എന്ന് പറഞ്ഞോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ, ഇതൊക്കെ ഒരുപാട് പ്രസംഗിച്ച കാര്യങ്ങളാണ്. രാമചരിതമാനസം എഴുതിയ തുളസീദാസ്, കവി തുളസീദാസ് പറഞ്ഞില്ല, ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരന്റെ ഇടപെടലൂടെ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ ഒരു വർഗീയമായ ചിന്ത ഉണ്ടാക്കിയത് ആലപ്പുഴ ജില്ലക്കാരനായ ഒരു മലയാളിയാണ്. ആ മലയാളി അന്ന് ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിളിച്ചു പറഞ്ഞു, അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആ വിഗ്രഹത്തെ എടുത്ത് മാറ്റണം, അത് സത്യവിശ്വാസി മുസ്ലിങ്ങളുടെ പള്ളിയാണെന്ന് പറഞ്ഞു. ജില്ലാ കളക്ടറായിരുന്ന ഈ കെ നായർ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലക്കാരൻ അത് കേട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, അതിന്റെ പിന്നിൽ നമുക്കറിയുമല്ലോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാക്ക് കേവലം ഒരു കളക്ടർ, ഒരു ജില്ലാ കളക്ടർ, ഫൈസാബാദ് ജില്ലയുടെ കളക്ടർ അത് ധിക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ബ്രാഹ്മണീയ ഫാസിസ്റ്റ് പിൻബലമുള്ളതിന്റെ പേരിലല്ലേ നമ്മൾ ചിന്തിക്കണം. അവിടെ മുതൽ ആ പ്രശ്നങ്ങൾ ആരംഭിക്കുക. ശ്രീറാം വിളിക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു എന്നതിന്റെ പേരിൽ കേസ്. എവിടെ എത്തി കാലം? പായസമൊക്കെ കുടിച്ചാണോ എല്ലാവരും അല്ലേ? കുടിക്കുന്ന നമ്മുടെ കാക്കാമാരുണ്ട്. ഞാൻ തുറന്നു പറയാം, ഇഷ്ടമല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ അനുവാദം തന്നാൽ അപ്പൊ സമയമാവും, അടുത്ത കൊല്ലം വിളിക്കണ്ട. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആരെയും എന്ത് ചെയ്യാം, ആക്രമിക്കാം, ഒരു കുഴപ്പമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ എന്തെന്നറിയാമോ? കയ്യൂക്കുണ്ടെങ്കിൽ, പൈസ ഒന്നുമില്ല, ഇവനെ എല്ലാവർക്കും പേടിയാ. കാരണം ഇവൻ വാ തുറന്നാൽ ചീത്ത വിളിക്കും, യവന്റെ ഉപദ്രവത്തിൽ എല്ലാരും പേടിയായി. അങ്ങനെയുള്ള കയ്യൂക്കുള്ളവന്റെ മുമ്പിൽ എല്ലാരും ഒന്ന് പതറും. ഇനി കയ്യൂക്കും ഇല്ല, സമ്പത്തും ഇല്ല, പിന്നെ യവന്റെ കയ്യിൽ മറ്റൊരു വടിയുണ്ട്, അതിന്റെ പേരാണ് അധികാരം. അപ്പൊ അധികാരം കൊണ്ടും കയ്യൂക്കുകൊണ്ടും ആൽബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരു മനുഷ്യൻ അക്രമിയാകുമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഈ 3 കാറ്റഗറിയിലുള്ള 3 കൂട്ടരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് സമ്പത്ത് കൊണ്ട് മേന്മ നടിച്ച ഒരു വിഭാഗത്തെ പരിചയപ്പെടാം. അല്ലാഹ് ചോദിക്കുകയാ, അലം തറാ നബിയെ, അങ്ങയുടെ അഭിപ്രായം എന്താ? അലം തറാ നബിയെ, അങ്ങ് കാണുന്നില്ലേ? ഓ ചുഴുവൻ ചിറക്കാരാ, നിങ്ങൾ കാണുന്നില്ലേ? കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് സമൂഹത്തോട് പടച്ചവന്റെ ഇടപെടൽ എന്തായിരുന്നെന്ന്, ആദ് സമൂഹത്തിനോട് റബ്ബ് ചെയ്ത സമീപനം എന്തെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇറമദാത്തിൽ ഇമാദ്, തൂണുകളുടെ ഉടമസ്ഥനായിരുന്നു അവര്, വലിയ വലിയ സ്തൂപങ്ങളുടെ ഉടമകളായിരുന്ന ഇറം ഗോത്രക്കാരായ ആദ് സമൂഹത്തിനെ അല്ലാഹു ചെയ്തതെന്താ നിങ്ങൾക്കറിയോ? അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഇങ്ങനെ ഒരു സൃഷ്ടിയെ അല്ലാഹു ഭൂമി ലോകത്ത് പടച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു വിഭാഗത്തെ സമ്പന്നന്മാരായ ഇവരെ പോലുള്ളവരെ അല്ലാഹു നാളെ വരെ പടച്ചിട്ടില്ല. ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമകളായിരുന്നല്ലോ കോടാനകോടിയുടെ പ്രതിമ വയ്ക്കുന്നവരെ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ റെയിൽവേ പുറമ്പോക്കുകളിൽ സാരി വലിച്ചു കെട്ടിയിട്ട് ജീവിക്കുന്ന, ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന, സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന, കുപ്പത്തൊട്ടിയിൽ ചെന്നിട്ട് പറ്റുവാരിയിട്ട് തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ആളുകളുടെ മുമ്പിൽ വന്നിട്ട് യാചിച്ച് ജീവിക്കുന്ന ഭിക്ഷാടനക്കാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ രാജ്യത്ത് താമസിക്കുമ്പോൾ ഏതോ ഒരു മച്ചമ്പി വന്നപ്പോ അവരെ കാണാതിരിക്കാനും മതില് കെട്ടി അടച്ചിട്ട് ഇവിടെ ഉള്ളവരെല്ലാ കുബേരന്മാരാണെന്ന് കാണിച്ചു കൊടുത്ത രാജ്യത്തിന്റെ ഭരണാധികാരികൾ കോടാനകോടി രൂപയുടെ പ്രതിമ പ്രാവിന് കാട്ടിക്കാൻ
കടൽക്കാക്കയ്ക്ക് കാഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടുകടലിൽ നിർമ്മിക്കുമ്പോ അള്ളാഹു പറയുന്ന ഉന്നത സ്തൂപങ്ങൾ നിർമ്മിച്ച ഇറം ഗോത്രക്കാർ ആദ് സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണ് പണിഷ്മെന്റ് കൊടുത്തതെന്നറിയോ? ഇതെന്റെ വാക്കല്ല, ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന വിശുദ്ധ ഖുർആൻ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി, ഹിറാ ഗുഹ്റത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ഓതിക്കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹ് ചോദിക്കുകയാ, ഇറം ഗോത്രക്കാരായ ആദ് സമൂഹത്തെ അല്ലാഹ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നറിയോ? അല്ലാഹു കൈകാര്യം ചെയ്തത് അവസാനം പറയുന്നുണ്ട്, ഇവര് സമ്പന്നന്മാരായിരുന്നത് കൊണ്ടാണ് സ്തൂപങ്ങൾ നിർമ്മിച്ചത്. അവര് സമ്പന്നന്മാരായിരുന്നു. ഇനി രണ്ടാമത് കയ്യൂക്കുള്ള നല്ല ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലാഹു അടുത്ത ആയത്തിൽ പറയുകയാ, വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ്, താഴ്വരകളിൽ പാറകൾ തുരന്നിട്ട് വീട് നിർമ്മിച്ച കായിക ശേഷിയുള്ളവര്, നല്ല ആരോഗ്യമുള്ളവര്. സഹോദരങ്ങളെ, മുഫസ്സിരീങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പാറകൾ തിരക്കുന്നത് എങ്ങനെയെന്നറിയോ? ബുൾഡോസർ കൊണ്ടല്ല, JCB കൊണ്ടല്ല. ഈ ബുൾഡോസറും JCBയും അവർക്ക് ആവശ്യമില്ല. അവര് കൈകൊണ്ട് പാറകളെ ഇങ്ങനെ തുരറ്റുമായിരുന്നു. ഏതുപോലെ ഇന്ന് ചുഴുവൻചിറയിലെ പെണ്ണ് അരിപ്പൊടി എടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചിട്ട് മാവ് കുഴയ്ക്കൂലേ? ആ മാവ് കുഴയ്ക്കുന്ന സമയത്ത് അതിനെ കുഴച്ചിട്ട് മാവ് എങ്ങനെയാണോ നിനക്ക് മാറ്റി തിരുത്തി ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്, അതുപോലെ സമൂഹ ഗോത്രത്തിന് പാറകളിൽ കൈകൊണ്ട് കൗശലങ്ങൾ കാണിക്കാൻ കഴിയുമായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതയെ, കായിക ശേഷിയുള്ള ജനതയെ അല്ലാഹു എങ്ങനെയാണ് നശിപ്പിച്ചതെന്നറിയോ? ഇത് ആരോഗ്യവും കായിക ശേഷിയും കയ്യൂക്കുമാണെങ്കിൽ ഇനി മൂന്നാമത് അക്രമത്തിന്റെ മറ്റൊരു മാനദണ്ഡമുണ്ട്. എന്താണെന്നറിയോ? അധികാരത്തിന്റെ അത്ഭുതവടി കയ്യിൽ കിട്ടുമ്പോൾ, ഇന്ദ്രപ്രസ്ഥത്തിനകത്ത് രാജകുബേരനായി വാണരുളുമ്പോൾ അവനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വഫിർഔനദിൽ ഔതാദ്, ആണിയടിച്ചിട്ട് ജനങ്ങളെ ശിക്ഷിച്ചിരുന്ന, ആണി കൈകാലുകളിലും വയറ്റിലും അതുപോലെ ലിംഗത്തിലും ശരീരത്തിന്റെ ഭാഗങ്ങളിലും നഖങ്ങളിലും മുഖത്തും ആണിയടിച്ചിട്ട് ശിക്ഷ നടപ്പിലാക്കിയിരുന്ന ഫെറോവ, അവൻ അധികാരമുണ്ടായിരുന്നു. ആ അധികാരമുണ്ടായിരുന്ന ഫിർഔനെ അല്ലാഹ് എങ്ങനെയാ പാഠം പഠിപ്പിച്ചതെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനു മുമ്പ് എവരുടെ പ്രശ്നം എന്താണെന്ന് കൂടി പറയുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാട്ടിലവര് അക്രമമുണ്ടാക്കി, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ എന്റെ ഈ ആയത്തിന്റെ കൂടെ വരണേ, നിങ്ങളുടെ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ അത്ഭുതമാണ്, മഹാ അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുന്നു, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയവരാണിവര്. ഫഅക്സറൂ ഫീഹൽ ഫസാദ്, ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് ഫസാദ് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരുന്നു, സ്പ്രെഡായി, അതിങ്ങനെ പരന്നുകൊണ്ടേയിരുന്നു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അല്ലാഹു അവർക്ക് കൊടുത്ത ശിക്ഷയെ പറ്റി പറഞ്ഞ് നിങ്ങൾ അറിയണം. ആദ് സമൂഹത്തെ ശിക്ഷിച്ച വേറെ രീതിയില, സമൂഹ ഗോത്രത്തെ ശിക്ഷിച്ചത് വേറെ രീതിയില, ഫിർഔനിന്റെ ജനതയെ നശിപ്പിച്ചത് വേറെ കോലത്തില. പക്ഷെ അല്ലാഹു എവര് ഫസാദ് ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അക്രമം ഉണ്ടാക്കി, നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കിയപ്പോൾ അല്ലാഹ് എവരെ പിടികൂടിയതിന്റെ രംഗം പറഞ്ഞത്, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അല്ലാഹ് ചുള്ളി കമ്പടിച്ച് രണ്ടെണ്ണം അങ്ങ് കൊടുത്തു. അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ നോക്കിയേ, അല്ലാഹു അവരെ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? ഫിർഔനെ മുക്കിക്കൊന്നല്ല പറഞ്ഞേ. സമൂഹ ഗോത്രത്തെ സാലിഹ് നബി അയച്ചിട്ട് നന്നാക്കാൻ നോക്കി, നടന്നില്ല. ആദ് സമൂഹത്തെ ഹൂദ് നബി അയച്ചിട്ട് നന്നാക്കാൻ നോക്കി, നടന്നില്ല. ഫിർഔനെ മൂസാ നബിയെ വിട്ട് നന്നാക്കാൻ നോക്കി, നടന്നില്ല. ആ നിലയിൽ തൊഗവു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വർത്തമാനകാല സാഹചര്യങ്ങളെ കൂട്ടി വായിക്കല്ലാക്കിൽ തക്ഫീഹിൽ ഇഷാറ, ബുദ്ധിമാന് സൂചന മതിയാകും. പേടിച്ചിട്ടല്ല,
നാട്ടിൽ ഫിത്ന ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ശ്രീറാം വിളിക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു എന്നതിന്റെ പേരിൽ കേസ്. എവിടെ എത്തിക്കാലം? പായസമൊക്കെ കുടിച്ചാണല്ലോ എല്ലാവരും അല്ലേ? കുടിക്കുന്ന നമ്മുടെ കാക്കാമാരുണ്ട്. ഞാൻ തുറന്നു പറയാം, ഇഷ്ടമല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അനുവാദം തന്നാൽ അപ്പോൾ സമയമാവും, അടുത്ത കൊല്ലം വിളിക്കണ്ട. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചെന്നിരുന്ന് പായസം വാങ്ങി കുടിക്കുന്ന കാക്കാമാരുണ്ട്. ഉളുപ്പുണ്ടോ, നാണമുണ്ടോ? മതേതരത്വം എന്ന് പറഞ്ഞ എന്റെ വീടിന്റെ 10 വീടപ്പുറത്ത്, എന്റെ വീടിന്റെ 10 വീടപ്പുറത്ത് കൂടുതലല്ല ലാ യസീദു വലാ യൻഖുസു. ഇന്ന് അവിടെ ഒരു പ്രതിഷ്ഠാ ചടങ്ങുണ്ടായിരുന്നു. അത് അവരുടെ മലയാള മാസം നോക്കി വെക്കുന്നതാണ്. എന്റെ വീട്ടിൽ 5 സഹോദരങ്ങൾ. ഇത് ലൈവായിട്ടല്ലേ ഞാൻ പറയുന്നത്, ലോകത്തെല്ലാരും കാണല്ലേ. 5 സഹോദരങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചു. ആ ക്ഷേത്രത്തിൽ നിങ്ങൾ വരണം, ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ അവരോട് പറഞ്ഞത്? ഞാൻ നാട്ടിൽ ഉണ്ടാവൂന്നറിയില്ല, ഉണ്ടാവുമെങ്കിൽ ഞാൻ വന്നേക്കാം, എനിക്കത് കാണണം, ഞാൻ അങ്ങോട്ട് വരാം. ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ എന്നെങ്കിലും ഞാൻ അതിൽ അവിടെ വരും, നമുക്ക് കാണാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ ഹൈന്ദവ സഹോദരങ്ങൾ എന്റെ വീടിന്റെ പടിയിറങ്ങിപ്പോയി. എവിടെയാ? ഇതാണ് മതേതരത്വം. ഇതാണ് മതേതരത്വം. ഇതാണ് നമുക്കിവിടെ വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ പള്ളി ബാബരി മസ്ജിദ്, അതെന്നും ബാബരി മസ്ജിദ് തന്നെയാണ്. പലരും അതിനു വേണ്ടിയിട്ട് പല രീതിയിലുമുള്ള അഭ്യർത്ഥന, പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ട്. വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്, പോയത് പോട്ടെ എന്ന് പറയുന്നവരുണ്ട്, അതിനെന്താ ഇങ്ങനെ മുറവിളി കൂട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഒന്നേ പറയാറുള്ളൂ, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞാലും ആ പള്ളി ബാബരി മസ്ജിദിന്റെ മണ്ണ്, അത് മസ്ജിദിന്റെ മണ്ണ് തന്നെയാണ്. രാമചരിതമാനസം എഴുതിയ തുളസീദാസ് പറഞ്ഞില്ലല്ലോ അവിടെയാണ് രാമൻ ജനിച്ചത് എന്ന്. പറഞ്ഞോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. ഇതൊക്കെ ഒരുപാട് പ്രസംഗിച്ച കാര്യങ്ങളാണ്. രാമചരിതമാനസം എഴുതിയ തുളസീദാസ്, കവി തുളസീദാസ് പറഞ്ഞില്ല, ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരന്റെ ഇടപെടലൂടെ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ ഒരു വർഗീയമായ ചിന്ത ഉണ്ടാക്കിയത് ആലപ്പുഴ ജില്ലക്കാരനായ ഒരു മലയാളിയാണ്. ആ മലയാളി അന്ന് ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിളിച്ചു പറഞ്ഞു, അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആ വിഗ്രഹത്തെ എടുത്ത് മാറ്റണം, അത് സത്യവിശ്വാസി മുസ്ലിങ്ങളുടെ പള്ളിയാണെന്ന് പറഞ്ഞു. ജില്ലാ കളക്ടറായിരുന്ന ഈ കെ നായർ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലക്കാരൻ അത് കേട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, അതിന്റെ പിന്നിൽ നമുക്കറിയുമല്ലോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാക്ക് കേവലം ഒരു കളക്ടർ, ഒരു ജില്ലാ കളക്ടർ, ഫൈസാബാദ് ജില്ലയുടെ കളക്ടർ അത് ധിക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ബ്രാഹ്മണീയ ഫാസിസ്റ്റ് പിൻബലമുള്ളതിന്റെ പേരിലല്ലേ നമ്മൾ ചിന്തിക്കണം. അവിടെ മുതൽ ആ പ്രശ്നങ്ങൾ ആരംഭിക്കുക. ഇപ്പോഴും കോടതി പറഞ്ഞു, പള്ളി നിന്നെടുത്തല്ല ക്ഷേത്രം വരാൻ പോകുന്നത്, ക്ഷേത്രം നിന്നെടുത്തല്ല പള്ളി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. സുപ്രീം കോടതി സമ്മതിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്നാലും നിങ്ങൾ അങ്ങ് വിട്ടുകൊടുത്തേക്ക്. ഇവിടത്തെ ഏതെങ്കിലും സംഘടനകൾ, സമസ്തയോ APയോ EKയോ ദക്ഷിണയോ സംസ്ഥാനയോ തബ്ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോ മുജാഹിദോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സംഘടനകളോ വിവിധ രാഷ്ട്രീയ പാർട്ടികളോ ന്യൂനപക്ഷ പാർട്ടികളോ മുസ്ലിം സമുദായ പാർട്ടികളോ ജനാധിപത്യ പാർട്ടികളോ മതേതര പാർട്ടികളോ എന്തെങ്കിലും അക്രമം അഴിച്ചു വിട്ടോ? ഒരു സ്ഥലത്തും അഴിച്ചു വിട്ടിട്ടില്ല. എന്താ കാരണം? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ വിശാല മനസ്ഥിതി ഉണ്ടായി. കാരണം രാജ്യത്തിന്റെ ഭരണഘടന, ആ രാജ്യത്തിന്റെ സുപ്രീം കോർട്ട് പറയുന്ന നിയമം അത് പാലിക്കേണ്ട ഒരു ബാധ്യത ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ബാധകമാണ്. പക്ഷേ നമുക്ക് എറിഞ്ഞു തന്ന ഒരു പിച്ച 5 ഏക്കർ വസ്തുവുണ്ട്. ഉടനെ അതിനകത്ത് പള്ളി വെക്കാൻ പോവാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞത് ഒരു മഹല്ലത്തിന്റെ പരിപാടിയാ. അല്ലെങ്കിൽ ഞാൻ പറയാമായിരുന്നു, ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ടല്ലോ. അങ്ങനെ വാ പോയ കോടാലി പോലെ പറയാൻ പറ്റൂല. അത് പറയുന്നത് ഹക്ക് തന്നെയാണ്. എന്നാൽ പോലും ഒരു മഹല്ലത്താകുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളും അതിന് ഇട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അവിടെ ഇന്ന്
രാമജന്മഭൂമി എന്ന പേരിൽ അവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നവിടെ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് ആരെ വിളിച്ചു ആരെ വിളിച്ചില്ല എന്ന് നമ്മുടെ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോളി, ഇഷ്ടമുള്ള ഇല്ലാത്തവരെ വിളിക്കണ്ട. അത് രാജ്യത്തിന്റെ പ്രഥമ പൗര പോയിട്ടില്ല, അത് നമ്മുടെ വിഷയമല്ല. ഇതിനു വേണ്ടി കല്ല് പുറക്കിയ പാവപ്പെട്ട എന്താണ് LK അദ്വാനി, അദ്ദേഹം പോയിട്ടില്ല, അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല, പോയിട്ടില്ല, പോട്ടെ. നമ്മുടെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടി ഏഴയൽപക്കത്തൂർ അടുപ്പിച്ചിട്ടില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പോലെ വിളിച്ചോളി, ഇഷ്ടപ്പെടാത്തവരെ വിളിക്കാതിരുന്നോളി, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ അബ്ദുള്ള കുട്ടിയോട് ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അബ്ദുള്ള കുട്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് ചില ആളുകളുണ്ടല്ലോ. കഅബാലത്തിൽ കയറി ഒരുത്തം മൂത്രം ഒഴിച്ച് ആളുകൾ വടിയും തടിയും കൊണ്ട് ബാക്കിൽ നിന്ന് ഓടിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ അടിച്ച് കൊല്ലും മുമ്പ് ഒരു കാര്യം ചോദിക്കും, എന്തിനാ ഒഴിച്ചതെന്ന്. അങ്ങനെ ചോദിച്ചു, എന്താണ് നീ മൂത്രം ഒഴിച്ചത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് ചെയ്യണം, എന്നെ കൊണ്ട് അത് പറ്റൂല, പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കറാമ്പറപ്പ് അത് ഞാൻ കാണിച്ച് അറിയപ്പെടാൻ വേണ്ടി കിട്ടാ എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഈ എടുക്കാൻ നാണയമായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിടുവായിട്ടങ്ങൾ വിളിച്ചു പറയുമ്പോൾ കേരളത്തിന്റെ മതവിജ്ഞാന വേദികളിൽ പണ്ഡിതന്മാർ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും സാധാരണക്കാരായ മുസ്ലിം വിചാരിക്കും, അങ്ങനെ ഏതോ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് രാമൻ പ്രവാചകനാണ് എന്ന്. രാമൻ പ്രവാചകനാണ് എന്ന് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, പ്രദീപ് കുമാർ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ, ഏറ്റവും നല്ല സമർത്ഥനായ ഒരു നല്ല വ്യക്തിത്വം, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത് ഒരു 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 പ്രത്യേകമായ ഒരു കഥാപുരുഷൻ എന്നതിനപ്പുറത്ത് വേറൊന്നും ഇല്ല എന്ന് പറയുന്നു. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ആ രാമൻ എങ്ങനെയാണ് പ്രവാചകനാവുക? അബ്ദുള്ള കുട്ടിയെ പഠിപ്പിച്ച ഏതോ ഒരു ഉസ്താദ് പഠിപ്പിച്ചു എന്ന്. ആ രാമനാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ എന്ന്. ഈ പണ്ഡിതനാരാ? ഞാൻ അതിന് സ്റ്റേറ്റ്മെന്റ് ഒറ്റ വാക്കിൽ എഴുതി, ഇയാൾ പോയൊരു മദ്രസയിലായിരിക്കൂല, ശാഖയിലായിരിക്കും പോയിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. കാരണം കേരളത്തിൽ ഒരു മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കില്ല. അത്രയും തലതിരിഞ്ഞ ഈ തലയിൽ ചാണകമുള്ള മൊയ്ലിയാക്കന്മാരെന്ന് തലയെ കെട്ടി നടക്കാറില്ല. അത്രേ അതിന് മറുപടി അർഹിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള അക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ കയ്യൂക്കുകൊണ്ടും അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇങ്ങനെ ലുൽമ കാണിക്കുമ്പോൾ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ചുള്ളി കമ്പുടിച്ച് അല്ലാഹു രണ്ടെണ്ണം പൊട്ടിക്കും. അത് അനധിവിദൂര ഭാവിയിലാണ്. കാരണം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. സമൂദ് ഗോത്രത്തെ നശിപ്പിച്ച അല്ലാഹ്, ആദ് സമൂഹത്തെ നശിപ്പിച്ച അല്ലാഹ്, ഫിർഔനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന അല്ലാഹ് ഇപ്പോഴും ഉണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹ് പതിസ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ചാടി വീഴാം. അല്ലാഹ് പതിസ്ഥലത്താണ്. അല്ലാഹു പതിസ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക, അല്ലാഹ് അക്രമികളെ വിടൂല, എക്കാലവും വാഴ്ത്തൂല. അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കയ്യൂക്ക് കൊണ്ടോ അല്ലാഹു തആല ഒരു അക്രമകാരികളെയും എക്കാലവും വാഴ്ത്തിയിട്ടില്ല, വാഴ്ത്തുകയില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കുറഞ്ഞ വാക്കുകളിൽ പറയാനുള്ളത്, ഈ ഫിർഔന് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ കഥാപുരുഷനായി വെച്ചുകൊണ്ട് ഞാനൊരു 10-15 മിനിറ്റുടെ കാര്യം പറഞ്ഞോട്ടെ. സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഇനി നാളൊരു വേദിയിൽ പറയാൻ പറ്റണമെന്നില്ല, ഇത് നാളൊരു വേദിയിൽ പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ബാധ്യതകൾ അല്ലാഹു തആല ഏൽപ്പിച്ച കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ച് തേയുന്നതാണ് അഭികാമ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയാണ്, ഫിർഔനും ഈ ഉമ്മത്തും തമ്മിൽ, മൂസാ നബിയും ഈ സമുദായവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. എന്താ ബന്ധം എന്നറിയോ? ബനു ഇസ്രായേൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ടത് ആരുടെ പേരാ? 136 പ്രാവശ്യം മൂസാ നബിയുടെ പേരാ. നമ്മുടെ മഹാനായ നബിതങ്ങളുടെ പേര് 4 വട്ടമേ പറഞ്ഞിട്ടുള്ളൂ, മുഹമ്മദ് എന്നത്. പിന്നെ അഹമ്മദ്, യാസീൻ, താസീൻ, മുസമ്മിൽ, മുദ്ദസിർ, നബി, റസൂൽ ഒരുപാട് സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് എന്ന പേര് 4 സ്ഥലങ്ങളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ 136 പ്രാവശ്യം മൂസാ നബിയുടെ പേര് പറഞ്ഞു. ഖുർആനിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പേര്, വ്യക്തിയുടെ പേര് ഏത് പേരാണ്? അത് ഒരിക്കലും അബൂലഹബിന്റെ പേരല്ല, അബൂജഹലിന്റെ പേരല്ല, അത് ഫിർഔന്റെ പേരാണ്. ഏറ്റവും മൂസാ നബി, രണ്ടാമത് ഫിർഔൻ. ഒരു സമുദായം, ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് ഈ സമുദായത്തിന്റെ കാര്യമല്ല, ബനു ഇസ്രായേൽ എന്ന ആ സമുദായത്തെ പരിചയപ്പെടുത്തിയത്.
അള്ളാഹുവിന്റെ ഹബീബ് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും നബി തങ്ങൾ പറയുന്നു, ഖദ് ഊദിയ മിൻ ഹാദാ യർഹമില്ലാഹു മൂസ, മൂസാ നബിക്ക് അല്ലാഹ് കരുണ ചൊരിയട്ടെ, ഇതിനേക്കാളും വലിയ പീഡനം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന് നബി തങ്ങൾ മൂസാ നബി ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുമായിരുന്നു. അപ്പൊ മൂസാ നബിയുടെ ഖൗമും നമ്മുടെ ഖൗമും മൂസാ നബിയും അള്ളാന്റെ ഹബീബും ഫിർഔനും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിന്റെ ഫറോവമാരും തമ്മിൽ അഭേദ്യമായ ബന്ധം, മുറിക്കാൻ പറ്റാത്ത ബന്ധമുണ്ട്. ആ ബന്ധങ്ങളെ നിങ്ങൾ നോക്ക്. ഇന്ന് നമ്മളെ പറ്റി എന്താ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. സൂറത്തുൽ ഖസസ്, സൂറത്തു ശുഅറ, ഈ 2 അധ്യായങ്ങൾ എടുത്ത് നിങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് വായിച്ചു നോക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബനൂ ഇസ്രായേലുകളെ, മൂസാ നബിയെ ഫിർഔനിന്റെയും തമ്മിലുള്ള സംസാരം നടക്കുമ്പോൾ അന്ന് പറഞ്ഞതൊക്കെയും ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടോ. ഒന്ന്, അല്ലാഹു പറയുന്നു സൂറത്തുൽ ഖസസിൽ, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഭൂമിയിൽ ഫിർഔൻ അഹങ്കാരിയായി. ഒന്ന് അറിയാലോ, ഭൂമിയിൽ ഫിർഔൻ അഹങ്കാരിയായി. രണ്ടാമത്തേതോ വജഅല അഹ്ലഹാ ശിയആ, ഇവിടത്തെ ജനങ്ങളെ പല തട്ടുകളായി തിരിച്ചു. സൂറത്തുൽ ഖസസ്. ഒന്ന്, അഹങ്കാരം അധികാരിക്ക്. 2, ജനങ്ങളെ പല തട്ടുകളിലാക്കി. അല്ലേ? പല തട്ടുകളല്ലേ? നിങ്ങൾ നോക്ക്, ന്യായമായിട്ട് നിങ്ങൾ പറ. ദൈനംദിന യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നതിനും ഏകദേശം 2 മണിക്കൂർ മുമ്പാണ് ഞാൻ എന്റെ വീട്ടിലെത്തുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത്. കാസർഗോഡ് നിന്ന് ട്രെയിനിലാ വന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ ട്രെയിനിന്റെ ബോഗിക്കുള്ളിൽ അവരുടെ അതിന്റെ പാൻട്രി കാറിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദേവി ദേവന്മാരുടെ ചിത്രം വെച്ചിട്ട് അവർ പൂജിക്കുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ സമരം ചെയ്തോ? അത് വേണ്ട. അവിടെ നമുക്ക് രൂപങ്ങളില്ല, നമുക്ക് വേറെ പടങ്ങളില്ല, ഒന്നുമില്ല. അവരിങ്ങനെ അവരുടെ ദേവീദേവന്മാരെ പൂജിക്കുന്നു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും പണ്ഡിത സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ സമരം ചെയ്തോ? ചെയ്തിട്ടില്ല. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അതേ ബോഗിയുടെ തൊട്ടടുത്ത ബോഗിയിൽ ഏതോ ഒരു പാവപ്പെട്ടവൻ താൻ റിസർവ് ചെയ്ത തന്റെ സീറ്റിൽ ഇരുന്ന് നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ അവനെ കൊല ചെയ്യുന്ന കാലഘട്ടം. KSRTC ബസ് ഒരു പുതിയ ഓട്ടം പുതിയ റോട്ടിലൂടെ നടത്തുമ്പോൾ നാരങ്ങ കെട്ടിയിട്ട് അതുപോലെ തന്നെ പൂക്കൾ അലങ്കരിച്ച് അതിൻ്റെതായ രീതിയിൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നടത്തുന്നു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും പള്ളിയിലെ ഇമാമ ബസ്സിൽ കയറാതിരുന്നിട്ടുണ്ടോ? ഞങ്ങളുടെ പള്ളിയുടെ മുമ്പ് കൂടെ വണ്ടി പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നാളിതുവരെ ഏതെങ്കിലും ഒരു പള്ളി KSRTC സർക്കാർ വാഹനങ്ങൾ ദുആ ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് ഇറക്കിയ ചരിത്രമുണ്ടോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. തട്ടുകളായി തിരിച്ചു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്നത് എന്താണ്? ഇപ്പൊ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ നോക്കുക, ഇത് മുസ്ലിമിന്റെ കടയാണോ ഹിന്ദുവിന്റെ കടയാണോ? ഇതാരാ ചെയ്തത്? ഇവിടത്തെ നല്ലവരായ ഹിന്ദുക്കൾ ചെയ്യൂല. ഈ മൈക്ക്, നിങ്ങളുടെ പേരെന്താ? റോയ് എന്ന് പറയുന്ന സഹോദരനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി എനിക്ക് മൈക്ക് വെച്ച് തന്നത്. അദ്ദേഹത്തിന് വലിച്ച മൂരിയാ പോരെ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോ? എന്തിനാ മതത്തിന്റെ കാര്യങ്ങൾ പറയാ? അവരുടെ ഏതെങ്കിലുമൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തില്, ആ ക്ഷേത്രത്തിനകത്ത് നടന്ന പ്ലംബിംഗ് വയറിങ്ങിന്റെ പണി ചെയ്ത ആളാ എന്റെ കൂടെ കാറിൽ വന്നത്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യാനികൾ പറയാൻ തുടങ്ങിയവരുടെ കടയിൽ കയറാൻ പറ്റൂല എന്ന്. അപ്പൊ അങ്ങനെ തട്ടുകളായി തിരിച്ചതാരാ? അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട്, അഹങ്കാരത്തിന്റെ അപ്പോസ്തലന്മാരായിരുന്നു കൊണ്ട് ഇവിടെ തട്ടുതട്ടായിട്ട് ജനങ്ങളെ മാറ്റാൻ തുടങ്ങി. NRCയുടെ വിഷയം വരുന്നുണ്ട്. ആ വിഷയത്തില് മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇവിടെ അവകാശം കൊടുക്കുന്നില്ല. കടന്നു വന്ന മുസ്ലിമീങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അവകാശമില്ല. ക്രൈസ്തവനായാലും ജൈനനായാലും ബുദ്ധനായാലും ഹിന്ദുവായാലും അവർക്ക് ഇവിടെ താമസിക്കാൻ പ്രശ്നമല്ല എന്ന ആ ഒരു തട്ടിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നു. ഇനിയോ മൂന്നാമത്തേത്, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു വിഭാഗത്തെ ശണ്ഡീകരിച്ചു. ഗവൺമെന്റ് തലത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി, ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. നിയമ സംഹിതകളിൽ നിയമ സംവിധാനങ്ങളും നിയമനിർമ്മാണ സഭകളിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തി. ജനപ്രതിനിധികളെ അവരിൽ നിന്ന് അകറ്റി മാറ്റി. അങ്ങനെ ഒരു സമൂഹത്തെ ശണ്ഡീകരിക്കാൻ തീരുമാനിച്ചു. എവിടെയാ? ഫിർഔൻ. അതല്ലേ ഇപ്പൊ നടക്കുന്നത്? തീരുന്നില്ല. അല്ലാഹ് പറയുന്നു, യുദബ്ബിഹു അബ്നാഅഹും, ഫിർഔൻ മുഴുവൻ ആൺകുട്ടികളെയും അറുകൊല ചെയ്തു.
ആൺകുട്ടിയാണ് പ്രസവിച്ചത് എന്നറിഞ്ഞാൽ അവിടെ ചെന്നിട്ട് കൊല്ലാൻ തുടങ്ങി. നോക്ക്, എത്ര ആളുകളെയാ കൊന്നുകൊണ്ടിരിക്കുന്നത്, എത്ര പുരുഷന്മാരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാകൂ. ഫിർഔൻ അവിടുത്തെ പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾക്ക് മുസ്ലിം പെണ്ണുങ്ങളോട് വലിയ സ്നേഹമാണ്. അതെന്തുകൊണ്ടെന്നറിയോ? മുത്തലാഖ് നിരോധിച്ചു. മുസ്ലിം പെണ്ണിന് ഇവിടെ അത് സങ്കടമാണ്, ഇത് സങ്കടമാണ്, അത് വിഷമാണ്. മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ പെണ്ണുങ്ങളെ കണ്ണീര് നോക്കാം, വേറെ ആരെയും ഞങ്ങൾ അംബാസഡർമാരാക്കിയിട്ടില്ല, അതിന്റെ കുത്തകാവകാശം ആർക്കും കൊടുത്തിട്ടില്ല. ആ ഒരു നിലയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിച്ചില്ല. യുദ്ധബിഹു അഭിനാഹം ആണുങ്ങളെ കിട്ടുന്നിടത്ത് വെച്ച് കൊന്നോണ്ടിരിക്കുന്നു. ഇസ്തഹി നിസാവും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കരഞ്ഞോണ്ടിരിക്കുന്നു, തീരുന്നില്ല. അല്ല പറയുന്നു ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അങ്ങനെ ചുരുക്കത്തിൽ ലാലിമീങ്ങളായി ഫാസിദീങ്ങളായി നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം ആളുകൾ. എന്നിട്ട് ഈ ഭരണാധികാരികളുടെ പിൻബലത്തോടുകൂടി അവിടുത്തെ ജനത ചെയ്ത എന്താണെന്ന് അറിയാം. ഇത് അധികാരിയുടെ കാര്യമായി പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ അധികാരിയുടെ എല്ലാ ഒത്താശകളോടും കൂടിയിട്ട് അവിടുത്തെ അനുയായികൾ ചെയ്യുന്നതെന്താ? അത് ശുഅറാ ആണ് പറഞ്ഞത്. ഫഅർസല ഫിർഔനു ഫിൽ മദായിനി ഹാശിരീൻ ഇന്നഹാ ഉലൈ ലശിർദിമതുൻ ഖലീലൂ ഇന്നഹും ലനാ لغائظون وإنا لجميع حاذرون. അല്ലാഹു പറയുകയാണ് സൂറത്തു ശുഅറാ, ഫഅർസല ഫിർഔൻ, ഈ അധികാരി ആളുകളെ വിളിച്ചു, തന്റെ സൈന്യത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഫിൽ മദായിനി ഹാശിരീൻ, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു എന്താണ്? ഇന്നഹാ ഉലൈ ലശിർദിമതുൻ ഖലീലൂൻ, ഇവര് ന്യൂനപക്ഷമാണെന്ന് വിളിച്ചു പറ. ഒന്ന്, അനുയായികൾ വിളിച്ചതാണ് ഇവര് ന്യൂനപക്ഷമാണ്, എവിടെ പോയാലും ന്യൂനപക്ഷം. രണ്ടോ, വഇന്നഹും ലനാ ലഗായിലൂൻ, ഇവർ വിധ്വംസകരാണ്, ഇവര് വിധ്വംസകരാണ്, ഞങ്ങളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തിനാ ഇവര് വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? എന്തിനാ ഞങ്ങൾക്ക് പള്ളി വേണോന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഞങ്ങൾ ശ്രീറാം പറയുമ്പോൾ നിങ്ങൾ അല്ലാഹു അക്ബർ വിളിക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാ ഉളുഹി അറുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവര് ജനങ്ങളോട് പറയുന്നു, പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു മുസ്ലിമീങ്ങൾ വിധ്വംസകരാണ് എന്ന്. അത് തന്നെയാണ് ഫിർഔനിന്റെ അനുയായികൾ അന്ന് ചെയ്തത്, പട്ടാളക്കാര്. മൂന്നാമത് എന്താ പറഞ്ഞത്? വഇന്നാല ജമീഉൻ ഹാദിറൂൻ, നമ്മളൊന്ന് മൂത്രം ഒഴിച്ചാൽ ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ നിങ്ങൾ എന്ന് ഫിർഔന്റെ ആളുകൾ അന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞു. അത് തന്നെയാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, സംഭവിച്ചത് എന്തെന്നറിയോ? അക്രമികളെ അല്ലാഹു എക്കാലവും വാഴ്ത്തൂല എന്ന് ഞാൻ ആമുഖം പറഞ്ഞല്ലോ. സംഭവിച്ചത് എന്താ? ഇതെല്ലാം പറഞ്ഞ ഫിർഔനെയും അനുയായികളെയും അല്ല പറയുകയാണ് അവരെ നാം എക്സിറ്റ് അടിച്ചു. അല്ല പറയുകയാണ് ഖുറൂജ്, എക്സിറ്റ്. ഫഅഖറജ്നാഹും, അവരെ ഞാൻ എക്സിറ്റ് അടിച്ചു. മിൻ ജന്നാത്തിൻ വഅയൂൻ, അമ്പരചുംബികളായ അവിടത്തെ മണിമേടകളിൽ നിന്ന്, അവരുടെ കൊട്ടാരങ്ങളിൽ നിന്ന്, അവരുടെ സ്ഥാപനങ്ങളിൽ, അവരുടെ ഔദ്യോഗിക വസതികളിൽ നിന്ന് അവരെ ഞാൻ പുറത്താക്കി. വഅയൂൻ, അവര് നീരാടിയിരുന്ന ആറാടിയിരുന്ന നദികൾ, അവരുടെ സുഖ സൗകര്യങ്ങൾ, അവരുടെ ഭൗതിക ലഹരികൾ, ഇതിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കി. വകുനൂസിൻ വമഖാമിൻ കരീം, ഇത്രയും നാൾ അവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പൊതുമുതലെന്ന സമ്പത്തിൽ നിന്ന് അവരെ ഞാൻ പുറത്താക്കി എന്ന് പറഞ്ഞ അല്ലാഹു തആല എക്സിറ്റ് അടിച്ചതിനെയൊക്കെ പുറത്താക്കി കളഞ്ഞു ഫിർഔനെയും കൂട്ടരെയും. ആ കഴിവ് അല്ലാഹ്ക്ക് ഇന്നുകൊണ്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, കാത്തിരുന്നോ എന്ന് അല്ലാഹ് പറയാൻ. ഇതെല്ലാത്തിനും അവരെ പിടിച്ചങ്ങ് പുറത്താക്കി. പിന്നെ സംഭവിച്ചെന്താ? എന്നിട്ട് അല്ലാഹ് പറയുന്നു കദാലിക വഔറസ്നാഹാ ബനീ ഇസ്രായീൽ, അധികാരം അല്ലാഹു ബനൂ ഇസ്രായേലിന് കൊടുത്തു. ഇത്രയും നാള് പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹു വാങ്ങി അങ്ങോട്ട് കൊടുത്തു. സൂറത്തു ശുഅറാ. ഇനി ബാക്കി ഉസ്താദ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായോ നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അക്രമികളെ എക്കാലവും ഞാൻ വാഴ്ത്തൂല, എക്കാലവും ഞാൻ അവരെ വെച്ച് വാഴ്ത്തിക്കൂല.
അറുതിയുണ്ടാകും, ഒരു സംശയം വേണ്ട. അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട്, കയ്യൂക്ക് കൊണ്ട്, സമ്പത്ത് വെച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ എക്കാലവും അല്ലാഹു ഇത് വാഴ്ത്തൂല. നമ്മൾ ചിന്തിക്കും, പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ നടക്കുമ്പോഴും എന്താണ് ഇങ്ങനെ സംഭവിക്കുക? അക്രമികൾക്കൊക്കെ അല്ലാഹു തആല, ഞാൻ അവരോടൊക്കെ പറയുന്നത്, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളതാർക്ക? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കാണോ? ആണോ? പ്രവാചകന്മാർക്കാണോ? അല്ല. മലായിക്കത്തുകൾക്കാണോ? ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് ശൈത്താനാ. ആയുസ് നീട്ടി കിട്ടുന്നത് ശൈത്താനാണ്. ഏറ്റവും കൂടുതൽ ആയുസാർക്ക? ഔലിയാക്കൾക്കാ? ശൈത്താനാണ്. പാല് നേരത്തോടെ നേരം കഴിഞ്ഞാൽ, പാല് നല്ല ഔഷധമാണ്. പാല് നേരത്തോടെ നേരത്തും കഴിഞ്ഞാൽ പുളിച്ചു പോകും, എടുത്ത് കളയാനേ കൊള്ളാവൂ. പക്ഷെ കള്ളോ ഇരിക്കും തോറും വീര്യം കൂടും. എപ്പോഴും നല്ലതിന് ആയുസ് കുറവാണ്, മറ്റതോ മോശപ്പെട്ടതോ ആയുസ് കൂടിക്കൊണ്ടിരിക്കും. ആയുസ് കൂടിക്കൊണ്ടിരിക്കും. ഭക്ഷണം ചളിക്കും, പക്ഷേ അത് കഴിച്ചിട്ട് മനുഷ്യൻ വിസർജിക്കുന്നത് ചളിച്ചെന്നാരും പറയൂലല്ലോ. അപ്പൊ അതിനും ആയുസ് കൂടുതലാ. അപ്പൊ ഈ നിലയ്ക്ക് എപ്പോഴും നന്മയ്ക്കും നല്ലതിനും ആയുസ് കുറവാണ്, തിന്മയ്ക്കും തെമ്മാടിത്തരത്തിനും ആയുസ് കൂടുതലാണ്. പക്ഷേ ഒരു ദിവസം ഇസ്തിദ്റാജ് എന്നാണ് ഇതിന് പറയുന്നത്, ചൂണ്ടയിട്ട് പിടിക്കുക. ചൂണ്ടയിടുന്നവൻ ഈ പറയുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു ഈ ബൈപ്പാസിലെ ഏതെങ്കിലും കായലിന്റെ പുറത്ത് ചെന്ന് ഒരു നൂലെടുത്ത് താഴേക്കിട്ട് അതിലൊരു ചെറിയ ഇരയും ഇട്ടുകൊണ്ട് ആ മീൻ പിടിക്കാൻ പോയി നിൽക്കുന്നവൻ ഇട്ടുടനെ തിരിച്ചൊരു പിടി പിടിക്കൂല. മീൻ പോയിട്ട് നൂല് പോലും തിരിച്ചു കിട്ടൂല. മീൻ അതിൽ പിടിക്കുമ്പോ അതിനെ വീണ്ടും അയച്ചു കൊടുക്കും, പിടിച്ചോ, കൊത്തിക്കോ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ തിന്നോ, ഇങ്ങനെ ഇട്ട് കൊടുക്കും. എവിടെയൊക്കെ അള്ളാഹു ലാലിമീങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്ന കഥ പറയുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹ് പറയുന്നുണ്ട് ഇസ്തിദ്റാജ്, ചൂണ്ടയിട്ട് പിടിയാണ്. അവസാനം കൊത്തി 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 നന്നായിട്ട് കൊത്തുമ്പോ അള്ളാഹു ചുരുട്ടി ഒരു പിടി ഇങ്ങ് പിടിക്കും. ആ പിടിയാണ് അള്ളാഹ് പറഞ്ഞ ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അള്ളാഹ് പതിസ്ഥലത്തിരിക്കുകയാ. ആ പിടി സമൂദിനെ പിടിച്ചപ്പോൾ, ആ പിടി ആദ് സമൂഹത്തെ പിടിച്ചപ്പോൾ, ആ പിടി ഫിർഔനെ പിടിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. കയ്യൂക്കും സമ്പത്തും അധികാരം കൊണ്ട് അക്രമിയായി മാറിയപ്പോൾ അള്ളാഹു പിടിച്ചു. കള്ളു കുടിച്ചവൻ അന്നുമുണ്ട് ഇന്നുമുണ്ട്, പലിശക്കാരൻ അന്നുമുണ്ട് ഇന്നുമുണ്ട്, വ്യഭിചാരി അന്നുമുണ്ട് ഇന്നുമുണ്ട്, നിസ്കാരമില്ലാത്തവൻ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഒരാളെയും അല്ലാഹു തആല ഒരിക്കലും ഇന്നത്തെ ഈ തിന്മ ചെയ്യുന്നവർക്ക് അന്നത്തെ തിന്മ ചെയ്ത ഒരാളിനെ അല്ലാഹു പാത്രമായി ഒരു ഗുണപാഠമായി മാറ്റിവെച്ചിട്ടില്ല. പക്ഷെ അഹങ്കാരി അന്നുമുണ്ട് ഇന്നുമുണ്ട്. അന്നത്തെ അഹങ്കാരിയെ പാഠമാക്കി അല്ലാഹു ഇന്നും വെച്ചിട്ടുണ്ട്. മുൻഗാമികളായ അഹങ്കാരികളിൽ, മുൻഗാമികളായ തെറ്റ് ചെയ്യുന്നവരിൽ ഒരേ ഒരു തെറ്റ് മാത്രമേ അല്ലാഹു ഈ വർത്തമാനകാല സാഹചര്യത്തിന്റെ തെറ്റ് ചെയ്യുന്നവർക്ക് പാഠമായി വെച്ചിട്ടുള്ളൂ. അല്ലാഹു പരിചയപ്പെടുത്തിയത് ഫിർഔൻ എന്ന അഹങ്കാരിയെ പാഠമായി അല്ലാഹു വെച്ചിരിക്കുകയാ. ലോകത്തേതൊക്കെ അഹങ്കാരികൾ വന്നിട്ടുണ്ടോ ആ അഹങ്കാരികളെ മുഴുവനും അല്ലാഹു തആല ഫിർഔനെ നോക്കി കാണാൻ വേണ്ടിയിട്ട് അല്ലാഹു വെച്ചേക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കയ്യൂക്കങ്ങ് മാറ്റി വെച്ചിട്ട്, അധികാരത്തിന്റെ ദുർവിനിയോഗം മാറ്റി വെച്ചിട്ട്, സമ്പത്തിന്റെ ആ അഹങ്കാരം മാറ്റി വെച്ചിട്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഇദാ അഹ്സൻതു ഫഅഈനൂനി. ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്താ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണേ. വഇദാ അസഅതു ഫഖവ്വിമൂനി. ഞാൻ എന്തെങ്കിലും മോശം ചെയ്താൽ എന്നെ പിടിച്ച് നിങ്ങൾ തിരുത്തി തരണേ. അല്ലഈഫു ഫീക്കും. നിങ്ങളിൽ ബലഹീനനായി നിങ്ങൾക്ക് തോന്നുന്നവന് ഖവിയ്യുൻ ഇൻദി, എൻ്റെ അടുക്കൽ ശക്തനാണ്. വൽ ഖവിയ്യു ഫീക്കും. നിങ്ങളിലുള്ള ശക്തന് ലഈഫുൻ ഇൻദി, എൻ്റെ അടുക്കൽ ദുർബലനാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങളുടെ കളി നടക്കൂല. തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്നെ പിടിച്ച് നേരെയാക്കണം, നന്മ ചെയ്താ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കയ്യൂക്കിന്റെ അഹങ്കാരമില്ലാത്ത, സമ്പത്തിന്റെ അഹങ്കാരം കാണിക്കാത്ത, അധികാരത്തിന്റെ ഗർവ കാണിക്കാത്ത ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃക. അതുകൊണ്ട് സഹോദരങ്ങളെ, ളുൽമ എന്ന് പറയുന്നത് ഹറംതു അലാ നഫ്സി,
അല്ല സ്വന്തമായി നിഷിദ്ധമാക്കിയതാണ്. ആ ഹറാമായ അല്ല തന്നെ അല്ലാഹ് ഹറാമാക്കിയ ളുൽമിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പറയുന്നു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനില് 12 മാസങ്ങളാണ്. ഏതായി 12 മാസം? ചിങ്ങം മുതൽ തുടങ്ങുന്ന മലയാള മാസമല്ല. നിങ്ങൾ അഹങ്കരിക്കൂലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ഒന്നും വേണ്ട. ചരിത്രം പഠിക്കുന്നവരോട് ചോദിച്ചോ, ഇല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ചാൽ മതി. അറബി മാസക്കണക്കാണ് അള്ളാഹുവിന്റെ മാസങ്ങൾ എന്ന് പറഞ്ഞത്. മുഹറം മുതൽ ദുൽഹിജ്ജ വരെ. ഇംഗ്ലീഷ് മാസങ്ങളാകുന്ന ഈ ജനുവരി മുതൽ ഫെബ്രുവരി വരെ, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസങ്ങൾ റോമൻ രാജാക്കന്മാരുടെ പേരാ. ഏപ്രിൽ, മെയ് എന്നൊക്കെ പറയുന്നത് ഓരോ രാജാക്കന്മാരുടെ പേരാ. അത് മനുഷ്യനിർമ്മിതമാണ്. ഇനി മലയാള മാസം, മലയാള മാസത്തിന് ഒരു പേരുണ്ടല്ലോ. എന്താണ് മലയാള മാസത്തിന് നമ്മൾ വേറൊരു പേര് പറയുമല്ലോ? എന്ത് പേരാ? ചില കലണ്ടറിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എന്ത് വർഷം എന്നാ പറയുന്നേ? എന്ത് വർഷം? കൊല്ലവർഷം. എന്താ ഈ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ? മലയാള മാസങ്ങൾക്കാണ് കൊല്ലവർഷം എന്ന് പറയുന്നത്. എന്താ ഈ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾ ബുദ്ധിയുള്ളവർക്ക് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഗൂഗിളിൽ പരിശോധിച്ച് നോക്ക്. ഈ മലയാള മാസങ്ങൾക്ക് ജന്മം നൽകിയത് ഈ കൊല്ലത്ത് വെച്ചാണ്. കൊല്ലത്ത് വെച്ചാണ്. അതാണ് അതിന് മലയാള മാസങ്ങൾക്ക് കൊല്ലവർഷം എന്ന പേര് വന്നത്. ഇംഗ്ലീഷ് മാസങ്ങൾ റോമൻ രാജാക്കന്മാരുടെ പേരാണ്. അറബി മാസങ്ങളോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദൈവിക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉള്ളതാണ്. 12 മാസങ്ങൾ. ആ 12 മാസങ്ങൾ അതുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ ഈ പുതുവർഷം എന്നാണ്. പുതുവർഷം എന്നാണ് ഏപ്രിൽ 1. ഏപ്രിൽ 1. ഇപ്പൊ നമ്മുടെ പിന്നെ പഞ്ചായത്ത് നമ്മുടെ ചോദിച്ചാൽ അറിയാം. സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഏത് മാസത്തെയാ? മാർച്ചല്ലേ? എന്താ അങ്ങനെ മാറ്റാത്തത്? മാർച്ചിലാണ് എല്ലാ കണക്കും തീർക്കുന്നത്. കാരണം മാർച്ചോടുകൂടി തീർന്നു. പിന്നെ ഏപ്രിൽ മുതൽ പുതിയ വർഷം തുടങ്ങുകയാണ്. അങ്ങനെ പുതിയ വർഷം ഏപ്രിൽ 1 എന്നുള്ളത് എടുത്തിട്ട് നേരെ ജനുവരി 1 കൊണ്ടുവന്നു. ഇത് ചില നാട്ടുകാർ അറിഞ്ഞില്ല. ആ നാട്ടുകാർ പുതുവർഷം അന്ന് ആഘോഷിക്കാൻ തുടങ്ങി പഴയതുപോലെ ഏപ്രിൽ 1. അങ്ങനെ ഇത് മാറ്റി അറിഞ്ഞ ചില ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? നിങ്ങൾ അറിഞ്ഞില്ല ജനുവരി 1 മാറ്റിയത്? നിങ്ങൾ ഇപ്പോഴും ഏപ്രിൽ 1 പറഞ്ഞിരിക്കുകയാണോ? ഈ പാവങ്ങളെ ഫൂളാക്കി. അതുകൊണ്ടാണ് അന്ന് ഏപ്രിൽ ഫൂള്. അതാണ് ഏപ്രിൽ ഫൂള്. അല്ലാതെ ചുഴുവഞ്ചിറയിലെ പെണ്ണുങ്ങൾക്ക് 10 മണി വരെ പ്രസിഡന്റ് തൂങ്ങി, സെക്രട്ടറി ആറ്റിച്ചാടി, ഇമാമ കിരണ്ടിച്ചാടി എന്ന് പറയാൻ അനുവദിക്കപ്പെട്ട ദിവസമാണെന്നല്ല നിങ്ങൾ കരുതേണ്ടത്. ഒരു സമൂഹം പിന്നെ പുതുവർഷം മാറ്റിയ വിവരമറിയാതെ ആ ദിവസം പഴയ ദിവസം തന്നെ ആചരിച്ചു പോന്നിരുന്ന ഒരു സമൂഹത്തെ ഫൂളാക്കിയപ്പോ ഏപ്രിൽ ഫൂൾ വന്നു. യഥാർത്ഥത്തിൽ സാമ്പത്തിക വർഷം മാർച്ചാണ്. അപ്പൊ ഏപ്രിൽ 1 നിന്ന് ജനുവരി 1 മാറ്റിയത് നമ്മുടെ കുഴപ്പമല്ല. നമ്മുടെ പുതുവർഷം എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഇരിക്കേണ്ടത് ചാന്ദ്രിക മാസം നോക്കിയിട്ടാ. കഴിഞ്ഞ വർഷം ഏപ്രിൽ 12 ഞങ്ങൾ നോമ്പ് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏപ്രിൽ 12 നോമ്പ് പിടിക്കാൻ പറ്റുമോ? റമളാന്റെ പിറ കാണണം, പെരുന്നാൾ അങ്ങനെ, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചാന്ദ്രിക മാസം, ആ ചാന്ദ്രിക മാസം മുഹറമിൽ തുടങ്ങി. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ എന്ന 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ്. അതിലൊരു മാസമാണ് റജബ്. ഈ റജബ് മാസത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അല്ലാഹു പറഞ്ഞത് ഒറ്റ കാര്യമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർള്. ഇതിന് ആകാശഭൂമിയോളം സൃഷ്ടിപ്പോളം പഴക്കമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കൊല്ലവർഷ ചിങ്ങം മുതൽ തുടങ്ങുന്നതിന് കൊല്ലം ജില്ല ഉണ്ടായതിനു ശേഷമാണ് തുടങ്ങിയത്. ഏപ്രിൽ റോമൻ രാജാക്കന്മാർ വന്നതിന് ശേഷമാണ് ആ മാസത്തിന് തുടക്കം കുറിച്ചത്. പക്ഷെ ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം തന്നെ അല്ലാഹു 12 മാസങ്ങൾക്ക് ജന്മം നൽകി. ആ മാസങ്ങളിൽ ഒരു മാസമാണ് ആ പരിശുദ്ധമായ റജബ്. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു, മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ ളുൽമു പാടില്ല. അപ്പൊ ഞാൻ ഈ ളുൽം എന്ന വിഷയം തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ഒരു 2024 ജനുവരി മാസം 22-ാം തീയതിയിലെ പ്രത്യേകത മാത്രമല്ല, ഈ റജബ് മാസത്തിനെ കൂടെ പരിഗണിച്ചുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.